ഈ ടേബിൾ നോക്കുകയാണെങ്കിൽ ഇതൊരു എംപ്ലോയി ഡേറ്റ ടേബിളാണ്, പക്ഷേ മാനേജർ എന്നുള്ള കോളം ബ്ലാങ്ക് ആണ്. വേറൊരു ഷീറ്റിൽ വേറൊരു ടേബിളുണ്ട്, അതിനകത്ത് മാനേജർ ഡേറ്റ ഉണ്ട്, കൂടാതെ വേറെ എക്സ്പീരിയൻസ് ഡേറ്റയും കൂടെ അതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് മാനേജർ ഷീറ്റിനകത്തുനിന്ന് മാനേജർ നെയിംസ് ഈ ടേബിളിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ VLOOKUP ഫോർമുല അല്ലെങ്കിൽ VLOOKUP ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു. സോ ഈക്വൽ ടു VLOOKUP. ആദ്യം കൊടുക്കേണ്ട ആർഗ്യുമെൻറ്റ് ലുക്കപ്പ് വാല്യൂ ആണ്. അപ്പോൾ അത് എപ്പോഴും ഒരു യൂണീക്ക് ഐഡി ആയിരിക്കണം. ഈ ടേബിളിൽ എംപ്ലോയി നെയിം നോക്കുകയാണെങ്കിൽ ഒരേ നെയിം മൾട്ടിപ്പിൾ ടൈം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം എംപ്ലോയി ID എന്ന കോളം തന്നെ ലുക്കപ്പ് വാല്യൂ എടുക്കാം. സോ ഈക്വൽ ടു VLOOKUP B7. പിന്നെ ടേബിൾ അരയാണ്. ടേബിൾ അര എന്ന് പറയുന്നത് എവിടെ നിന്നാണോ ഡേറ്റ വേണ്ടത് ആ ടേബിൾ ആണ് നമ്മുടെ ടേബിൾ അര. ടേബിൾ അര എന്ന് പറയുന്നത് നമ്മുടെ യൂണീക്ക് ID വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം, കാരണം VLOOKUP ലെഫ്റ്റ് ടു റൈറ്റ് ആണ് സെർച്ച് ചെയ്യുന്നത്. നെക്സ്റ്റ് കോളം ഇൻഡെക്സ് നമ്പർ, അതായത് നമ്മുടെ വാല്യൂ എത്രാമത്തെ കോളത്തിലാണ് വരുന്നത്. ടേബിൾ അര സെലക്ട് ചെയ്തിരിക്കുന്നത് എംപ്ലോയി ID എന്നാണ്. സോ 1 2 3 4. അപ്പം 4ാമത്തെ കോളത്തിലാണ് നമ്മുടെ ഡേറ്റ ഉള്ളത്. കോമ 2 ഓപ്ഷൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്, ട്രൂ ആൻഡ് ഫാൾസ്. അപ്പോൾ ട്രൂ ആണെങ്കിൽ അപ്രോക്സിമേറ്റ് മാച്ച് ആയിരിക്കും, ഫാൾസ് ആണെങ്കിൽ എക്സാക്ട് മാച്ച്. അതായത് നമ്മുടെ എംപ്ലോയി ID രണ്ടും മാച്ചായി മാത്രമേ മാനേജർ എന്നുള്ള നെയിം എടുക്കത്തുള്ളൂ. സോ നമ്മളിവിടെ ഫാൾസ് സെലക്ട് ചെയ്യുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, എൻറ്റർ. ഇനി നമ്മളിവിടെ ചെയ്യുന്നത് ഈ റേഞ്ച് ലോക്ക് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഫംഗ്ഷൻ F4 പ്രസ് ചെയ്യുന്നു. ചില കമ്പ്യൂട്ടറിൽ ഡയറക്റ്റ് F4 പ്രസ് ചെയ്താൽ മതിയാവും. ഈ സെൽസ് ലോക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓരോ പ്രാവശ്യം ഈ ഫോർമുല കോപ്പി ചെയ്യുമ്പം ഈ റേഞ്ച് മാറിക്കൊണ്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇൻകറക്റ്റ് ഡേറ്റ ആയിരിക്കും ഇവിടെ റിസൾട്ടായിട്ട് വരുന്നത്. സോ ഈ ഫോർമുല ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്യുന്നു. മാനേജർ നെയിംസ് നമ്മുടെ കോളത്തിൽ വന്നു.